രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ സംസാരിച്ച് കിടക്കുന്നതിന് മുൻപ് രണ്ട് ചെറിയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആണ് നമ്മൾ അള്ളാഹു തൻ്റെ ഇഷ്ടദാസനായ അല്ലെങ്കിൽ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതിയായ കൂട്ടുകാരനായ ഹബീബ് ആയ മുഹമ്മദ് നബിക്ക് കൊടുത്ത സ്പെഷ്യൽ ഓഫറുകളെ കുറിച്ച് പറയുന്ന ഓഫറുകളിലേക്ക് പോവാം. രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഇസ്ലാമിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളുടെ മുസ്ലിങ്ങളുടെ പൊതുവെയുള്ള വിശ്വാസവും ഇസ്ലാമിസ്റ്റുകളുടെ അവകാശവാദവും ലോകത്ത് മനുഷ്യർ ധാർമ്മിക ജീവിതം നയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും മികച്ച മാതൃകയായിട്ട് ഉയർത്തി കാണിക്കുന്നത് മുഹമ്മദ് നബിയെ ആണ്. മുഹമ്മദ് നബിയിൽ നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള മാതൃകയുണ്ട് എന്ന് അള്ളാഹു തന്നെ പറഞ്ഞതായിട്ടും പറയപ്പെടുന്നു. അപ്പൊ ഏറ്റവും മികച്ച മനുഷ്യൻ ആരാണ് എന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബിക്ക് മറ്റു നേതാക്കന്മാരിൽ നിന്നില്ലാത്ത പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹത്തെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. അതിൽ നമുക്ക് കളയാനൊന്നുമില്ല. ഈ കേരവൃക്ഷത്തിന്റെ കാര്യം പറഞ്ഞ മാതിരിയാണ്, അതിന്റെ വേര് മുതൽ കുല വരെ ഏറ്റവും മികച്ചതായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ എന്താണ് മാതൃക? മുഹമ്മദ് നബീനെ കുറിച്ചുള്ള ഇസ്ലാമിസ്റ്റുകളുടെ അവകാശവാദം ഒരു ഭാഗത്തോടെ നിൽക്കാം. രണ്ടാമത്തത്, ഞാൻ ഉൾപ്പെടെയുള്ള മതവിമർശകരെ കുറിച്ചുള്ള ഇവരുടെ അഭിപ്രായ വ്യത്യാസം എന്താണ്? മതവിമർശനം എന്ന് പറഞ്ഞാൽ മാന്യമായി ആശയപരമായി ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളെ കുറിച്ചും ഇസ്ലാമിസ്റ്റുകൾക്കുള്ള ആക്ഷേപം അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് പൊതുവെ വൈകാരികമായിട്ട് തോന്നുന്ന ഒരു വിഷമം, ഞങ്ങളെ പ്രവാചകനെ കുറ്റം പറയണു, ഞങ്ങളെ പ്രവാചകനെ അവഹേളിക്കുന്നു, ഞങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റാരെക്കാളും സ്നേഹിക്കുന്ന പ്രവാചകനെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു, ഇതാണല്ലോ പരാതി. ഞാൻ കുറച്ച് കാലമായിട്ട് ഇവിടെ നമ്മളുടെ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് റിയാക്ഷൻ വീഡിയോസ് ആണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മളായിട്ട് ഇനി ഒന്നും പറഞ്ഞുണ്ടാക്കണ്ട, ഇവർ പറയുന്നത് നമുക്കൊന്ന് കേട്ടു പോകാം, അതിനോടുള്ള പ്രതികരണം മാത്രം നടത്താം എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ വീഡിയോയിൽ മുഹമ്മദ് നബിയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് ഒരാള് ഒരു അഭിപ്രായം പറയുന്നു. അതിന് മറുപടിയായിട്ട് വിശ്വാസിയായിട്ടുള്ള ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന ഗുരുവും ശിഷ്യനുമായിട്ട് കുറെ കാലം പ്രവർത്തിച്ചിട്ടുള്ള പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും നൌഷാദ് ഹസനിയും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു. ആ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് നടക്കുന്ന സംഭാഷണത്തിൽ അവർ മുഹമ്മദ് നബിയെ കുറിച്ച് രണ്ടുപേരുടെയും വീക്ഷണങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്ത് പറയുന്നത് നമ്മൾ കേൾക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിൽ മതപരമായിട്ടുള്ള വീക്ഷണം, അതിന്റെ തെളിവുകൾ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ മാത്രം ഞാൻ ആഡ് ഓൺ ചെയ്യും. ഞാൻ സ്വന്തം നിലക്ക് മുഹമ്മദ് നബിയെ അവഹേളിക്കാനോ ആക്ഷേപിക്കാനോ തൽക്കാലം ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നില്ല. അത് ചെയ്യാൻ അദ്ദേഹത്തിന്റെ അണികളായിട്ടുള്ള മൂല്യക്കഴ് തന്നെ ആവശ്യത്തിനുണ്ട് എന്നതുകൊണ്ട് നമ്മൾ തൽക്കാലം അത് അവർക്ക് തന്നെ അവകാശം അവർക്ക് തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് വിഷയത്തിലേക്ക് കിടക്കാം. അപ്പൊ എന്താണ് സംഭവം? നമുക്ക് ആദ്യം ഒരു ചെറിയ ഭാഗം ഒന്ന് കേൾക്കാം. ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ ശരീരത്തിന്റെ ഷരീഫിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. അവിടുത്തെ സൃഷ്ടിപ്പ് തന്നെ വേറെയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ ഭാഗത്തും പ്രത്യേകത, സാധാരണത്വം എന്നത് എവിടെയില്ല. ആ കൂട്ടത്തിൽ നമ്മളോട് കൽപ്പിക്കപ്പെട്ട ഹുക്കുമുകളാണോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിക്കുന്നത്? ഹബീബായ തങ്ങൾക്കും ഞമ്മക്കൊക്കെ ഒറ്റ ഒരു കാര്യമാണോ ഉള്ളത്? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഈ അടുത്ത കാലത്തായിട്ട് ഈ കറാമത്ത് കഥകൾ പറഞ്ഞ് ലക്കുലകാനില്ലാത്ത കറാമത്ത് തള്ളുവണ്ടികൾ ഇങ്ങനെ ഇറങ്ങിയപ്പോ പറഞ്ഞു പഠിപ്പിച്ച ഉസ്താദിന് തന്നെ ശിഷ്യന്മാരുടെ പോക്ക് പന്തിയല്ല തോന്നി, ഇതെവിടെയെങ്കിലും പോയി ഇടിക്കും എന്ന് തോന്നി. അതായത് ഒരു മിതമായ വേഗത്തിൽ, മിതമായ താളത്തിൽ, മിതമായ തള്ളിൽ കറാമത്ത് കഥകൾ ഇങ്ങനെ പറഞ്ഞു പൊലിപ്പിച്ച് കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് കൊണ്ടുവന്നപ്പോ കുട്ടികൾ ആവേശം കൊണ്ട് ഉസ്താദ് നിന്ന് മൂത്രമൊഴിച്ചാൽ ശിഷ്യന്മാർ നടന്ന് മൂത്രമൊഴിക്കുന്നതാണല്ലോ എന്നതുപോലെ ഉസ്താദുമാർ പറഞ്ഞു കൊടുത്ത ഈ കറാമത്ത് കഥകൾ തള്ളുകളൊക്കെ കേട്ട് പഠിച്ച് കുട്ടികളുടെ ഭാവന വിരിഞ്ഞു. പിന്നെ ഇവർക്ക് സ്വന്തം നിലക്ക് ഔലിയക്കന്മാരുടെ കഥ ഉണ്ടാക്കാനും പറയാനും തുടങ്ങി. എല്ലായിടത്തും ഉറൂസുകൾ നടക്കുന്നു, എല്ലായിടത്തും മക്കാമുകളിലുള്ള ദർഗകളിലുള്ള പ്രഭാഷണങ്ങൾ നടക്കുന്നു. അപ്പൊ അവിടെയൊക്കെ പോയിട്ട് അവിടെ കിടക്കുന്ന മൗലിയരെ കുറിച്ചും അവിടുത്തെ വലിയനെ കുറിച്ചും കയറ്റി പറയണം. അപ്പം ഒരാൾ പറഞ്ഞതിനേക്കാളും മികച്ച രീതിയിൽ തള്ളിയാലല്ലേ ഈ തള്ളുകാരനെ അടുത്ത തള്ള് മഹോത്സവത്തിന് വിളിക്കുള്ളൂ. ഇങ്ങനെ ഇവർ മത്സരിച്ച് തള്ളി ഇത് എവിടെയെങ്കിലും പോയി ഇടിച്ചു നിൽക്കും എന്നായപ്പോ എന്ത് സംഭവിച്ചു വെച്ചാൽ ഉസ്താദുമാർ തന്നെ ഇറങ്ങി. സംഭവം കറാമത്തൊക്കെ ഉണ്ട്, ഔലിയക്കന്മാർക്ക് പവറൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നിങ്ങൾ പറയുമ്പോൾ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ആൾക്കാർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള കറാമത്ത് പറയുമ്പോൾ നല്ലോണം ഒന്നും കൂടി നിങ്ങളൊന്ന് ആലോചിക്കണം എന്ന്. അപ്പൊ തന്നെ ചില ആൾക്കാർ പറഞ്ഞു, അതെന്ത് വർത്താനാണ് നിങ്ങൾ പറയുന്നത്? ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കറാമത്ത് പറയാൻ പറഞ്ഞാൽ പിന്നെ എങ്ങനെ കറാമത്ത് പറയാൻ പറ്റും? കറാമത്ത് പറഞ്ഞാന്ന് പറഞ്ഞാൽ തന്നെ എന്താ മനുഷ്യന്മാർക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ എന്നല്ലേ? അപ്പൊ പിന്നെ അത് ഇത്ര വരെ പറയാൻ പാടുള്ളൂ, ഇങ്ങനെ വരെ പറയാൻ പാടുള്ളൂ എന്നൊക്കെ നിങ്ങൾ ഇപ്പൊ പറയണതിൽ എന്ത് ലോജിക്കാണ്? ഇവർ തമ്മിൽ തർക്കമായി. പേരോട് ഉസ്താദ്, പകര ഹസനി, എ പി അബൂബക്കർ മുസ്ലിയാർ തുടങ്ങി AP വിഭാഗം ഖബർ കച്ചവടത്തിന്റെ ആദ്യകാലങ്ങളിൽ അടവച്ച് വിരിയിച്ചെടുത്ത പുതിയ കുട്ടികളെ കൊണ്ട് പറഞ്ഞു പഠിപ്പിച്ച കഥകൾ ഇവർ കൈവിട്ട് പറയാൻ തുടങ്ങി. ഒരു കൂട്ടർ നൌഷാദ് ഹസനിയും വേറെ ചില ആൾക്കാർ തരീക്കത്ത് മാറ്റിപ്പിടിച്ച് വേറൊരു ചെറുങ്ങനെ ഒന്ന് വഴിമാറി സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങനെ വഴിമാറി സഞ്ചരിക്കുമ്പോഴും CM വലിയുള്ളതിനെ വിട്ടിട്ടില്ല, AP ഉസ്താദിനെ വിട്ടിട്ടില്ല, കറാമത്തുകളും ഔലിയാക്കന്മാരെയൊന്നും വിട്ടിട്ടില്ല. അങ്ങനെ നൌഷാദ് ഹസനിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും കറാമത്ത് കഥകൾ പറയുന്നതിൽ അഭംഗിയുണ്ടെന്നും അതിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും CM വലിയുള്ളാഹി ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാണ്ട് തിരിച്ചു ഇറങ്ങി നടന്നു എന്നും അത് ചോദ്യം ചെയ്യാൻ വന്ന ഹോട്ടൽ ഉടമയോട്
അല്ലെങ്കിൽ ആ ഹോട്ടൽ ഉടമയുടെ ഹോട്ടൽ കത്തിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു വലിയനെ കുറിച്ച് നിങ്ങൾ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? തിന്നിട്ട് പൈസ എടുക്കാതെ ഇറങ്ങിപ്പോരുന്നൊക്കെ ഒരു 2ാം നമ്പർ അല്ലേ? അപ്പൊ വലിയാണ് എന്നതുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിക്കേണ്ടതില്ല എന്നൊക്കെ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോയ്ക്ക് മറുപടിയാണ് നൗഷാദ് ഹസനി ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയുന്നത്. അതായത് ഔലിയാക്കന്മാര് എന്നൊക്കെ പറഞ്ഞാൽ ഓർക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ടാവും. അത് ഉസ്താദിന് അറിയാത്തതാണോ? ഔലിയാക്കന്മാർക്ക് മാത്രമല്ല, ഇത് പറയുന്ന കൂട്ടത്തില് പേരോട് പറഞ്ഞു പോലും എന്ത് ഔലിയാക്കന്മാർക്കും അള്ളാഹിന്റെ റസൂലിനും എല്ലാവർക്കും ഒരു ശരീഅത്താണ്. ഇസ്ലാമിന് ശരീഅത്ത് എന്ന് പറഞ്ഞാൽ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. അത് ഔലിയാക്കന്മാർക്ക് പറയും, നബിക്ക് പറയുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപാടെ പ്രവാചകനും നമ്മളെ പോലെയാണ് എന്ന് പറഞ്ഞതിൽ പിടിച്ച് കറാമത്ത് പറയുന്നതിൽ ഒരു മയം വേണം എന്ന് പറഞ്ഞ കാര്യത്തിൽ മറുപടി പറയാൻ നടത്തുന്ന ശ്രമം മുഹമ്മദ് നബിക്ക് അഭിമാനമാണോ അപമാനമാണോ ഉണ്ടാക്കി കൊടുക്കുന്നതെന്നും മുഹമ്മദ് നബിയുടെ മദ്ഹാണോ മുഹമ്മദ് നബിയെ അപകീർത്തിപ്പെടുത്തലാണോ എന്നും നബി നിന്നയാണോ അതേപോലെ തന്നെ മദ്ഹാണോ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ട് തീരുമാനിക്കുക. ഞാനായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ശരിയാണ്, നൗഷാദ് ഹസനി പറയുന്നത് മുഴുവൻ സത്യമായിട്ടുള്ള കാര്യമാണ്. മുഹമ്മദ് നബിയുടെ പ്രത്യേകതകളായിട്ട് അദ്ദേഹം പറയുന്നത് മുഴുവൻ സത്യസന്ധമായ കാര്യമാണ്. മനസ്സ് മറിഞ്ഞുപോയ സന്ദർഭങ്ങളിൽ അവർക്ക് തെറ്റിലില്ലാതെ വരുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ശരീഅത്ത്, ഔലിയാക്കൾക്ക് ഒരു ശരീഅത്ത്, സാധാരണക്കാർക്ക് വേറൊരു ശരീഅത്ത്, നബിതങ്ങൾക്ക് വേറൊരു ശരീഅത്ത്, അങ്ങനെ ഒരു ശരീഅത്ത് ഇല്ല കേട്ടോ. എല്ലാവർക്കും ഒരേ ഒരു ശരീഅത്ത്, അതാണ് അലാ സിറാത്തിൻ മുസ്തഖീം. അപ്പൊ സിറാത്തി മുസ്തഖീം എന്നാണ് ശരീഅത്തേ ഉള്ളൂ, അല്ലാതെ ഔലിയാക്കന്മാർക്ക് വരെയൊന്നുമില്ല. പക്ഷെ അതിന്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങി എന്താ വെച്ചാൽ ചില സമയത്ത് അവർക്ക് ബുദ്ധിക്ക് ചെറിയൊരു മറവുണ്ടാവും എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇതേമാരത്തെ ഹോട്ടല് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിപ്പോരാ, മൂത്രമൊഴിച്ചിട്ടും അതേപോലെ 2ന് പോയിട്ടും വൃത്തിയാക്കാതിരിക്കുക തുടങ്ങിയിട്ടുള്ളതൊന്നും കറാമത്തിന്റെ ഗണത്തിൽ എണ്ണാൻ പാടില്ല എന്നുള്ളതൊക്കെയാണ് ഉസ്താദിന്റെ പ്രശ്നം. അപ്പോൾ അങ്ങനത്തെ നിയമങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ നബിക്കും ഔലിയാക്കന്മാർക്കും സാധാരണ വിശ്വാസികൾക്കും ഒക്കെ ഒരേ നിയമമാണ് എന്ന് പറഞ്ഞതിൽ കയറി നൗഷാദ് ഹസനി കൊളുത്തിട്ട് പിടിക്കുന്നതാണ് ഇനി. എല്ലാവർക്കും ഒറ്റ ശരീഅത്ത്. എന്താണ് അയാൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഔലിയാക്കൾക്ക് ചില പ്രത്യേക നിയമങ്ങളും ഖുസൂസിയത്തുകളും ഉണ്ട് എന്ന വാദത്തെ ഗണ്ണിച്ച് ഒടുവിൽ അതിൽ റസൂലിനെയും കൂട്ടുകയാണ്. അവിടെ കിട്ടി എന്നുള്ളത് ഒരു പരിഹാരമാണ്. അതായത് ഔലിയാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ ആ ഗണത്തിൽ മുഹമ്മദ് നബിനെയും കൂടി എണ്ണിയോടുകൂടി കിട്ടിപ്പോയി എന്നുള്ള ലക്കിലാണ് നൗഷാദ് ഹസനി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുഹമ്മദ് നബി സാധാരണ മനുഷ്യരുമായി ബന്ധമുണ്ടോ? മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണോ? മുഹമ്മദ് നബിക്ക് എല്ലാ മനുഷ്യർക്കും മുസ്ലിങ്ങളായ മറ്റു മനുഷ്യർക്കൊക്കെയുള്ള നിയമം തന്നെ ബാധകമാണോ? എന്താണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാതെ വിടൂല, നിങ്ങളെ ഞങ്ങൾ പിടിച്ചു എന്ന രീതിയിലാണ് പേരോട് ഉസ്താദിന്റെ പുറകെ കൂടുന്നത്. റസൂലുള്ളാഹിനോട് കൽപ്പനയുള്ള കാര്യങ്ങൾ അത് നമ്മളൊന്ന് പരിശോധിക്കുക. ഹബീബായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കൽപ്പനയും റസൂലുള്ളാഹി തങ്ങളുടെ ആ വിഷയത്തിലുള്ള നിയമവും പറയാൻ വേണ്ടി ഇമാമിയങ്ങൾ കിതാബ് തന്നെ ലഭിച്ചു. അപ്പോഴാണ് നബിക്കും വിശ്വാസികൾക്കൊക്കെ ഒരേ നിയമം എന്നാണ്. മുഹമ്മദ് നബിക്ക് ഉണ്ടായിരുന്ന പ്രത്യേകതകളെ കുറിച്ച് ഇമാമിമാർ പുസ്തകം തന്നെ പ്രത്യേകം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് എന്നറിയാത്ത ആളല്ലല്ലോ പേരോട് ഉസ്താദ്. അതുകൊണ്ട് പേരോട് ഉസ്താദ് പറഞ്ഞതിൽ കുടുങ്ങി നമുക്ക് മുഹമ്മദ് നബിക്കുള്ള പ്രത്യേകതകളെ കുറിച്ച് ഉസ്താദുമാർ കിതാബിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. മുഹമ്മദ് നബിക്കുള്ള പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശരീരവുമായി ബന്ധപ്പെട്ട് കുറെ പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ എ പി അബൂക്കർ മുസ്ലിയാർ അംഗീകരിക്കുന്നതാണ്. നിഴലുണ്ടാവൂല, അതേപോലെ തന്നെ ഞാൻ പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. വിയർപ്പ് ഉണ്ടാവില്ല, വിയർപ്പ് ഉണ്ടാകും, പക്ഷെ വിയർപ്പിന് സുഗന്ധമാണ്, അത്തറിനേക്കാളും സുഗന്ധമാണ്. ഉമിനീര് ഔഷധമാണ്. അദ്ദേഹത്തിന്റെ മലമൂത്ര വിസർജനം കാണാൻ ആഗ്രഹിച്ചിട്ട് സഹാബാക്കളൊക്കെ അദ്ദേഹത്തിന്റെ വിസർജ്യം കാണാൻ പുറകെ നടന്നിരുന്നു. തുപ്പുമ്പോൾ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച ആ തുപ്പ് നീര് കയ്യിലേക്ക് വാങ്ങിയിരുന്നു. ഇങ്ങനെ തുടങ്ങി കുറേ കഥകളുണ്ട്. അതൊക്കെ നിങ്ങൾ മാറ്റിവെക്ക്. നമുക്ക് ഫിഖ്ഹിലേക്ക് വരാം. അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ടുള്ള പ്രത്യേകതകളൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം. ഇമാം സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ അസ്നൽ മതാലിബ്, അതിൽ കാണാം ഒരു വലിയ ഭാഗം തന്നെ ഹബീബായ തങ്ങളുടെ പ്രത്യേകതകൾ. ആ പ്രത്യേകതകളിൽ അവിടുത്തെ ദാത്തു ശരീഫുമായി ബന്ധപ്പെട്ട പ്രത്യേകതകൾ പറയുന്നുണ്ട്. അതിൽ നേരില്ല എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഈച്ചയിരിക്കൂല ആ പരിശുദ്ധമായ ശരീരത്തിൽ. അതേപോലെ അവിടുത്തെ ശരീരം കരിയൂല. കാരണം ഒരു തീരും കരിക്കാൻ കഴിയില്ല മുത്ത് റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതൊക്കെ വിടാം നമുക്ക്. അത് നമ്മൾ ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ പേരോട് ഉസ്താദിന്റെ വലിയ ഉസ്താദായിട്ടുള്ള എ പി ഉസ്താദിന്റെ കയ്യിലുള്ള മുത്തുനബീന്റെ മുടിന്റെ കഷ്ണം അത് കത്തിച്ചാൽ കത്തൂലല്ലോ. കത്തിച്ചാൽ കത്തുവോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി എന്നാ പിന്നെ അത് മുഹമ്മദ് നബീന്റെ മുടിയാണോ എന്ന് ഉറപ്പിക്കണമെങ്കിൽ അത് നമ്മളൊന്ന് വെളിച്ചത്ത് കാണിച്ചാൽ പോരെ. ഒന്ന് മെഴുകുതിരി കത്തിച്ചിട്ട് ഒന്ന് തീന്റെ നേരെ പിടിച്ചാൽ നമുക്ക് അറിയാലോ മുഹമ്മദ് നബീന്റെ മുടിയാണോ. അത് പരീക്ഷിക്കാൻ പറ്റൂല എന്നായി. എന്താവട്ടെ, അപ്പൊ അതൊക്കെ നമുക്ക് വിടാം. ഇനി നിയമങ്ങൾ, സാമൂഹ്യ നിയമങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞത് മാതൃകയാണല്ലോ. മാതൃക മുഹമ്മദ് നബി ജീവിച്ച് കാണിച്ച മാതൃക. അപ്പൊ മുഹമ്മദ് നബിയുടെ മാതൃക നമ്മൾ പിൻപറ്റണമെങ്കിൽ മുഹമ്മദ് നബിക്ക് നമുക്ക് ഒരേ നിയമം ആവണല്ലോ, എന്നാലല്ലേ ഇപ്പൊ മാതൃകയാക്കാൻ പറ്റുള്ളൂ.
അല്ലാതെ മുഹമ്മദ് നബി ഇങ്ങനെ ഇപ്പോൾ ഒരാളെ പിൻപറ്റുക, ഇഞ്ചോടിഞ്ചും ചാണോട് ചാണും വാക്കിലും നോക്കിലും സംസാരത്തിലും മുഹമ്മദ് നബീനെ പിൻപറ്റണം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി കിഴക്കോട്ട് പോകുമ്പോൾ നമ്മൾ പടിഞ്ഞാട്ട് പോയാൽ ശരിയാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ മാതൃകയെ കുറിച്ച് പറയാം. ഇവിടെ ഇതൊക്കെ എതിരായി. നേലുണ്ടെന്നാക്കി, ഈച്ച ഇരിക്കൂല എന്ന് പറഞ്ഞിട്ടില്ല എന്നാക്കി, ഇട്ടാൽ കരിയൂല എന്നാക്കി. ഈ വാദങ്ങളിലൊക്കെ റസൂലിന്റെ എതിരിൽ വരിക. റസൂലിനോട് നേരെ എതിരായി, റസൂലിനോട് തർക്കിച്ചു, റസൂൽ പഠിപ്പിച്ച ആശയങ്ങളോട് എതിരായി. അത് പൂർത്തിയാക്കിയിട്ട് ഇപ്പൊ പറയുന്നു എല്ലാവർക്കും ഒറ്റ നിങ്ങൾ വിടിയും നൗഷാദ് നിങ്ങൾ നിയമത്തുമൊക്കെ വരും. ഈ മാതൃക പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ഇപ്പൊ പറഞ്ഞിട്ട് വേണം മാതൃക വെക്കാൻ പോകാൻ. കാരണം മാതൃക എന്ന് പറഞ്ഞാൽ ഒരു മാതൃകയാണ്. മുഹമ്മദ് നബി അല്ലെങ്കിൽ ഇസ്ലാം മതം കാണിച്ചിട്ടുള്ള ഏറ്റവും മികച്ച മാതൃക ധാർമ്മിക ജീവിതമാണ്. ഈ ധാർമ്മികത എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്ലാമിന് അരക്ക് ചുറ്റുമുള്ള എന്തോ സംഭവമായിട്ട് ബന്ധപ്പെട്ടതാണ്. പറയുന്നതുകൊണ്ട് വേറെ വിഷമൊന്നും തോന്നരുത്. ധാർമ്മികത എന്ന് പറഞ്ഞാൽ ലൈംഗികതയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇസ്ലാമിന്റെ സദാചാരം, ധാർമ്മികത എന്നൊക്കെ പറയുന്നത്. അത് ഇസ്ലാമിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളും സദാചാര നിയമങ്ങളും മൂല്യങ്ങൾ എന്ന് ഇസ്ലാം പറയുന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും മികച്ച ധാർമ്മിക പദ്ധതി ആളുകൾക്ക് മാതൃകയാക്കാൻ വന്ന ആളെ സംബന്ധിച്ച് ഏറ്റവും നല്ല രീതിയിൽ മാതൃക കിട്ടേണ്ടത് എവിടുന്നാണ്? ലൈംഗികതയുമായി ബന്ധപ്പെട്ട് വിവാഹേതരമായ ബന്ധങ്ങൾ, അടിമ സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആണല്ലോ. അപ്പൊ ആ വിഷയം തന്നെ പ്രധാനമായിട്ട് നൗഷാദ് ഹസനി എടുക്കുന്നുണ്ട്. ഞാൻ ഒന്ന് ഞെട്ടിപ്പോയി. നൗഷാദ് ഹസനി പേരോടിന് മറുപടി പറയാനാണെങ്കിലും മുഹമ്മദ് നബിനെ മോശമാക്കുന്ന ഹദീസൊക്കെ എടുത്ത് ഖുർആൻ വായത്തൊക്കെ എടുത്ത് വായിക്കുന്നത് മോശല്ലേ ഹസനി എന്ന് ഏതെങ്കിലും മൊലിയരുട്ടികൾ മുന്നിലിരിക്കുന്നവർ ചോദിക്കണ്ടേ? ഇതൊക്കെ നാട്ടുകാർ കേൾക്കൂലേ എന്നെങ്കിലും ഇദ്ദേഹം ചിന്തിക്കണമായിരുന്നു എന്നാണ് ഞാൻ പറയാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള നിയമം അതാണോ നമുക്കുള്ള നിയമം? അല്ല, പല വിഷയത്തിലുമല്ല. 10 കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറയാം. സക്കരിയ അൻസാരി തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ 10 കാര്യങ്ങളാണ് ഹുക്കുമുകളിലുള്ള വ്യത്യാസം. മുഹമ്മദ് നബിക്ക് മറ്റു സാധാരണ വിശ്വാസികൾക്ക് ബാധകമല്ലാത്ത 10 ഇളവുകൾ, ഓഫറുകൾ അല്ലെങ്കിൽ നിയമത്തിലുള്ള പ്രത്യേകതകൾ. ഇതാണ് 10 പറയുന്നത്. 8 ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ നിർത്തും. കാരണം 10 താങ്ങാനുള്ള കേൾപ്പ് നമുക്കില്ല. എന്തായാലും ഹബീബായ തങ്ങൾക്ക് പറഞ്ഞ നിയമം അതാണോ സാധാരണ നിയമം? പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് എടുക്കുക. ഫൻകിഹൂ മാ ത്വാബലകും മിനൻ നിസാഇ മസ്നാ വസുലാസ വറുബാഅ്. എന്താ അതിൽ പറഞ്ഞ അല്ലാഹ്? മുഅ്മിനീങ്ങളെ, നിങ്ങൾ വിവാഹം ചെയ്തോളൂ. എത്ര വിവാഹം ചെയ്യാ? 2, 3, 4. അതാണ് അവിടെ ശരീഅത്തിന്റെ നിയമം. ശരീഅത്തിന്റെ നിയമം അതാണ്. എന്ത്? 4 വരെ ആകാം. അത് ആർക്കുള്ള നിയമം? ശരീഅത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലുള്ള നിയമം എന്ന് പറഞ്ഞാൽ അത് 4 വരെയാണ്. നിങ്ങൾക്ക് 1, ഓരോന്നോ, 2, 3 നന്നാലോ ഭാര്യമാരെ ആവാം എന്നുള്ളതാണ് അനുവാദം. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിക്കും 4 ഭാര്യമാരെ ആവാൻ പാടുള്ളൂ. അതില്ല, വേറെ ഇളവുണ്ട്, ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാന്നുള്ളത്. നിങ്ങൾക്ക് 40, 400 ഭാര്യമാരെ വരെ ആവാം ഇസ്ലാമിന്. അതെങ്ങനെയാന്ന് ഞാൻ പറയാം. ഹബീബായ തങ്ങൾക്കുള്ള പ്രത്യേകതകളിൽ പ്രധാനമാണ് അത്തഖ്ഫീഫാത്തു വൽ മുബാഹാത്തു ലഹു. ഹബീബായ തങ്ങൾക്ക് മാത്രം അനുവദിക്കപ്പെട്ടത്, അത് ഉമ്മത്തിനില്ല. അതേതാ? വഹിയ നിക്കാഹു 9. 4ൽ കൂടുതൽ ഭാര്യമാരെ വിവാഹം ചെയ്യൽ. എത്രയാവാം? റസൂലുള്ളാഹിക്ക് 4ൽ കൂടുതൽ ഭാര്യമാരെ സ്വീകരിക്കാം. നിങ്ങൾക്ക് പറ്റുമോ? ഒറ്റ നിയമമാണോ? ഒറ്റ ശരീഅത്തിന്റെ നിയമമാണോ അവിടെ? ഹബീബായ തങ്ങൾക്കുള്ളത് വേറെയല്ലേ? ഇത് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് കിലുക്കം തന്നെയാണ് ഓർമ്മ. എന്റെ സിനിമയിലെ ഓർമ്മ കിലുക്കമാണെന്ന് തോന്നുന്നു. രേവതി ഊട്ടി കാണാൻ പോകുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ നടക്കുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം ജഗതി മോഹൻലാലും തമ്മിൽ പൊറോട്ടയും ചിക്കനും കറിയും മേടിച്ചിട്ട് കൊണ്ടുവെക്കൂലേ? 2 പൊറോട്ട നിനക്ക്, അല്ല 2 പൊറോട്ടയും കറി എനിക്ക്, 1 പൊറോട്ട നിനക്ക്. അപ്പോ നീ ചാറി മുക്കി നക്കിയാൽ മതി എന്ന് പറയുന്ന രംഗാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മത്. മുഹമ്മദ് നബി പറഞ്ഞു, നിങ്ങൾ 1, 2, 3, 4 വരെ കെട്ടിക്കോ, 4 കെട്ടാവുള്ളൂ. ഞാനിവിടെ 8, 9, 10 കെട്ടും, അങ്ങോട്ട് നോക്കണ്ട, നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ നോക്കിക്കോ. മാതൃകാ പുരുഷോത്തമനാണെന്ന് ആലോചിക്കണം. മുഹമ്മദ് നബിയോട് ഇഞ്ചോടിഞ്ച്, ചാണിന് ചാണ്, മുഴത്തിന് മുഴം മുഹമ്മദ് നബിയെ പിൻപറ്റണം എന്നതാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അതാണ് സുന്നത്ത്. അങ്ങനെ പറഞ്ഞ ആള് പറയുകയാണ് എന്ത്? മുഹമ്മദ് നബിക്ക് 9 എണ്ണം കെട്ടാം, നിങ്ങൾക്ക് പറ്റുമോ പേരെടുത്താതെ എന്നാണ് നൗഷാദ് ഹസനിയുടെ വെല്ലുവിളി. അപ്പം മുഹമ്മദ് നബിക്ക് മാതൃകാ പുരുഷൻ ഒരു നിയമവും പിൻപറ്റുന്ന അണികൾക്ക് വേറെ നിയമവും. ഇതിനെയാണ് നമ്മൾ സ്പെഷ്യൽ ഓഫർ എന്ന് പറയാം. അതെല്ലാവർക്കും ഉള്ള നിയമമല്ല. അതങ്ങനെ ചില പ്രിവിലേജ് കിട്ടുന്നതാണ്. മുഹമ്മദ് നബിനോട് അങ്ങനെ പ്രത്യേകമായ ഒരു പ്രിവിലേജ്, പ്രത്യേകമായി മുഹമ്മദ് നബിക്ക് ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന്റെ കാരണം 33:50 അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഇത് മുഹമ്മദ് നബിക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നും അത് മുഹമ്മദ് നബിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുമാണ്. പുള്ളിയുടെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിലും അള്ളാഹ് മനസ്സിലാക്കും. അതാണ് അള്ളാഹിന്റെ കരുതൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ അലിക്കും ഉമറിനും ഒന്നും ഇല്ലാത്ത എന്തോ ഒരു ബുദ്ധിമുട്ട് മുഹമ്മദ് നബിക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ടായിരിക്കുമല്ലോ. അനക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണ് ഇങ്ങനെ വിശ്വാസികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിയമം നിനക്ക് തന്നത് എന്നാണ്. അപ്പൊ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വിശ്വാസികളോട് 4 കല്യാണം കഴിക്കാൻ പറഞ്ഞു. മുഹമ്മദ് നബി 9 വരെ കല്യാണം കഴിച്ചു. ഇനി 9 ഭാര്യമാരല്ല, അതിൽ കൂടുതൽ ഭാര്യമാരുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇനി
വിശ്വാസികൾക്ക് 4 കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ ചില ആളുകൾക്ക് ഉണ്ടാവും. അങ്ങനെയില്ല. ഒരു സമയത്ത് 4 എന്നതാണ് നിയമം. അപ്പൊ നിങ്ങൾ 1, 2, 3, 4 5ാമതൊരു കല്യാണം കഴിക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾ ഈ നിലവിലുള്ള 4-ൽ ഏതെങ്കിലും ഒരാളെ മൊഴി ചൊല്ലിയാൽ മതി, 5ാമത്തെ കല്യാണം കഴിക്കാം. ഇനി അത് നിങ്ങൾക്ക് സെറ്റ് ഓഫ് 4 ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം, സെറ്റ് ഓഫ് 2 ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത ചരിത്രം ഉണ്ടെന്നേ. 200 വരെ കല്യാണം കഴിച്ച അഹ്ലു ബൈത്തിലുള്ള ആളുകളുണ്ട്. നിങ്ങൾക്കറിയാം, മുഹമ്മദ് നബിയുടെ പാരമ്പര്യത്തിൽ അലിയുടെ അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ പേരക്കുട്ടി അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള അലി പള്ളിയിൽ നിന്ന് പറയേണ്ടി വന്നു വിശ്വാസികളായിട്ടുള്ള ആൾക്കാരോട്, എന്റെ മകൻ ഒരുത്തനുണ്ട്, പെണ്ണിട്ടൽ തന്നെ പണി, പെണ്ണിട്ടുക കാര്യം തീർക്കുക, പെണ്ണിട്ടുക കാര്യം തീർക്കുക. 200ഓളം ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ്. അപ്പം ഒരു ദിവസം സഹി കെട്ടിട്ട് അലി പറഞ്ഞുവല്ലോ, എന്ത്, എന്റെ മകൻ നിങ്ങളെ മക്കളെ വന്ന് കല്യാണം ആലോചിക്കും, നിങ്ങൾ ആരും കെട്ടിച്ചു കൊടുക്കരുത്, അവന് തലാക്കില്ലിനോർത്ത് ഒരു കൈയും കണക്കൂല്ല, അവൻ അങ്ങനെ തലാക്കില്ലി കൊണ്ട് നടക്കുകയാണ്. അപ്പോ വിശ്വാസികൾ പറഞ്ഞെന്താ അറിയോ, ഓ ഞങ്ങളെ മുത്തുനബിന്റെ പേരക്കുട്ടിയാണ്, ഞങ്ങളുടെ അടുത്ത് വന്നാൽ ഞങ്ങൾ ഇനിയും കെട്ടിച്ചു കൊടുക്കുന്നത്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, തെളിവ് വേണ്ടവർക്ക് ചോദിച്ചാൽ തരും, തെളിവുണ്ട്, കിതാബിൽ എഴുതി വെച്ചതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ആ അർത്ഥത്തിൽ 4 ഭാര്യമാർ എന്ന് പറയുന്നത് അറ്റ് എ ടൈം ആണ്. ഒരു സമയത്ത് 4 ഭാര്യമാർ, പേറോളിൽ 4 ആളെ ഉണ്ടാവാൻ പാടുള്ളൂ. അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് വേറെ 4 കല്യാണം കഴിക്കാം. അങ്ങനെയാണ്. അപ്പൊ ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കും, വിഷമിക്കൊന്നും ചെയ്യരുത്. ഒരേ സമയത്ത് 4 ഭാര്യമാർ എന്ന നിബന്ധന ഉണ്ടെന്നുള്ളൂ. മുഹമ്മദ് നബിക്ക് ആ നിബന്ധനയും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം. അപ്പൊ അവിടെ ഇനി ഡൗട്ട് ഒന്നുമില്ലല്ലോ. നമുക്ക് അടുത്ത പ്രത്യേകതയിലേക്ക് പോവാം. ഇതെന്തിനാ പഠിപ്പിക്കുന്നത് അറിയോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇത് പഠിപ്പിക്കാതെ പോയാൽ ആളുകൾ ഹബീബായ തങ്ങളെ ചോദ്യം ചെയ്യും, ഇഅ്തിറാദ് ചെയ്യും. കാരണം ഖുർആൻ ഇങ്ങോട്ട് ഓതും, മസ്ന വ തുലാസ വ റുബാ, 2, 3, 4 അത്രേ പെണ്ണ് വെച്ചു. അതേപോലെ ഇഹ്റാമിലായാൽ നിക്കാഹ് ചെയ്യരുത് ഹദീസ് ആയത്തും കൊണ്ടുവരും. എന്നിട്ട് റസൂൽ ചെയ്തതോ, റസൂലുള്ളാഹിനെ സംശയിക്കും, നിഷേധിക്കും. കുഫ്രിയത്തിന് വേറെ ഉണ്ടോ, പോകണോ? അത് വരാതിരിക്കാനാണ് ഉലമാ ഇത് പഠിപ്പിക്കുന്നത്. ഇബ്നു ഹജർ തങ്ങളടക്കം സക്കരിയ അൽ അൻസാരി തങ്ങളൊക്കെ എണ്ണി പഠിപ്പിക്കുക. എന്നിട്ട് ഒറ്റ ശരീഅത്താന്ന് പറഞ്ഞ് ഈ ആളുകളെ കുഫ്രിയത്തിലേക്ക് കൊണ്ടുപോകാനാണോ പുറപ്പാട്? അപ്പൊ എന്തിനാണ് ഉലമാക്കൾ എഴുതി വെച്ചത്? ഇത്രയും കിതാബ് എഴുതി മുഹമ്മദ് നബിക്ക് അള്ളാഹ് പ്രത്യേകമായിട്ട് അനുവദിച്ച ഓഫറുകളെ കുറിച്ചും അതിന്റെ കാര്യകാരണങ്ങളെ കുറിച്ചും അതിന്റെ സാങ്കത്യത്തെ കുറിച്ചും അത് കണ്ടിട്ട് നിങ്ങൾ വനിക്കണ്ട എന്നൊക്കെ കിതാബിൽ എഴുതി വെക്കാൻ കാരണം മുഹമ്മദ് നബിയെ മാതൃകയാക്കണം എന്ന് പറഞ്ഞിട്ട് പഠിച്ച് ചെല്ലുമ്പോൾ കുട്ടികൾ പറയുന്നത് നമ്മളോട് 4 കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി 9 കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇതെന്ത് മാതൃകയാണിത്? പന്തിയിൽ പക്ഷാഭേദം അല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ വിചാരിച്ച് അങ്ങനെ സംശയം തോന്നിയിട്ട് ഈമാൻ നഷ്ടപ്പെട്ട് കുഫറിലായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉലമാക്കൾ ഇതൊക്കെ വിശദമായി എഴുതി കിതാബ് എഴുതി വെച്ചത്. ഇതൊക്കെ കണ്ടും പഠിച്ചും അറിഞ്ഞും പേരോട് ഉസ്താദെ നിങ്ങൾ മുഹമ്മദ് നബിക്കും സാധാരണ ആളുകൾക്കൊക്കെ ഒരേ ഫിഖ്ഹാണ്, ഒരേ നിയമമാണ്, ഒരേ ഹുക്കുമാണ് എന്ന് പറയുന്നത് ശരിയാണോ എന്നാണ് നമ്മുടെ നൗഷാദ് ഹസൻ ചോദിക്കുന്നത്. അടുത്ത പ്രത്യേകത 2, വയൻഅഖിദു നിക്കാഹുഹു മുഹ്രിമാ, മുഹ്രിമായിരിക്കെ നിക്കാഹ് സാധുവാകും. മുഹ്രിം പറഞ്ഞാൽ ഉംറക്കോ ഹജ്ജിനോ ഇഹ്റാം ചെയ്യാം. ഉംറക്ക് ഇഹ്റാം ചെയ്തു, ഹജ്ജിന് ഇഹ്റാം ചെയ്തു എങ്കിൽ ഹറാമാണേത്? നിക്കാഹ് ഹറാമാ. എന്നാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കോ ഈ നിയമമല്ല, ഈ ശരീഅത്തിന്റെ നിയമമല്ല അവിടെ ഉള്ളത്. അപ്പൊ ഹജ്ജ്, ഉംറ തുടങ്ങിയിട്ടുള്ള തീർത്ഥാടനങ്ങളും ആരാധനയുമായി ബന്ധപ്പെട്ട് അതിന് ഒരുക്കങ്ങളുടെ ഭാഗമായിട്ട് ഇഹ്റാം കെട്ടുക എന്നൊരു ചടങ്ങുണ്ട്. ഒരുമ്പെട്ടിറങ്ങുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്നപോലെ ആ ഇഹ്റാം ഒരു പ്രത്യേക പ്രദേശത്തെത്തുമ്പോൾ ആ യാത്രക്കിടയിലൊക്കെയാണ് കെട്ടുക. അപ്പോൾ അങ്ങനെ ഇഹ്റാം കെട്ടി ഹജ്ജിലേക്ക് അല്ലെങ്കിൽ ഉംറയുടെ കർത്തവ്യങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുണ്ട്. അതിലൊന്നാണ് നിക്കാഹ്. അപ്പോൾ ഒരാൾ ഉംറക്ക് അല്ലെങ്കിൽ ഹജ്ജിന് ഇഹ്റാം കെട്ടിയതിനു ശേഷം വഴി കൂടെ പോകുമ്പോൾ ഒരു പെൺകുട്ടിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, അപ്പൊ തന്നെ ആ പെൺകുട്ടിയുടെ വാപ്പാനോട് സംസാരിച്ചു, അപ്പോൾ നിക്കാഹ് ഹറാമാണ്, അങ്ങനെ നിക്കാഹ് ചെയ്യാൻ പാടില്ല. പക്ഷെ ആ വിഷയത്തിൽ മുഹമ്മദ് നബിക്ക് പ്രത്യേക നിയമമാണ്. ഇനി നിങ്ങൾ എന്തുകൊണ്ട് എന്ന് ആലോചിച്ച് തലപുണ്ണാക്കണ്ട. മുഹമ്മദ് നബിക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? മുഹമ്മദ് നബിക്ക് അങ്ങനെ ഇഹ്റാമിലായിരിക്കെ ഒരു കല്യാണം കഴിക്കേണ്ട ആവശ്യം വന്നാൽ അള്ളാഹ് അത് മുഹമ്മദ് നബിക്ക് അനുവദിച്ചു കൊടുക്കും. മുഹമ്മദ് നബിക്ക് 4-ലധികം കല്യാണം കഴിക്കണം എന്നൊരാവശ്യം വന്നാൽ അള്ളാഹ് അത് നബിക്ക് മാത്രമായിട്ട് അനുവദിച്ചു കൊടുക്കും. അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഇസ്ലാമിലെ എല്ലാ നിയമങ്ങളും മുഹമ്മദിന്റെ ആവശ്യങ്ങൾക്ക് മുൻപിൽ, മുഹമ്മദ് നേരിടുന്ന സാഹചര്യങ്ങൾക്ക് മുൻപിൽ മുഹമ്മദ് അപ്പപ്പ പറഞ്ഞുണ്ടാക്കിയ നിയമങ്ങളാണ്, വേറെ നിയമങ്ങളൊന്നുമില്ല. ഒരു അടിമയായിരുന്ന ഒരു പയ്യനെ മോചിപ്പിച്ച് ദത്തുപുത്രനാണെന്ന് ദത്ത് പ്രഖ്യാപിച്ചതും ഇവൻ എന്നെ അനന്തരം എടുക്കും എന്നുൾപ്പെടെ എല്ലാ മനുഷ്യരെയും സാക്ഷിയായി പ്രഖ്യാപിച്ചതും മുഹമ്മദ് നബി. അതന്ന് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതേ ആളെ കൊണ്ട്, ഈ പയ്യനെ കൊണ്ട്, വളർത്തുമകൻ എന്ന പേരിൽ കൂടെ ഉണ്ടായിരുന്ന ആളെ കൊണ്ട് അമ്മായിന്റെ മോളെ നിക്കാഹ് കഴിക്കാൻ നിർബന്ധിച്ചതും മുഹമ്മദ് നബി. അന്ന് ഈ അടിമയായിരുന്ന അല്ലെങ്കിൽ വളർത്തുമകനെ കൊണ്ട് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ വളർത്തുമകന്റെ ഭാര്യയെ കല്യാണം കഴിക്കേണ്ടി വന്ന സമയത്ത് ദത്ത് തന്നെ നിരോധിക്കണം എന്ന് മുഹമ്മദ് നബിക്ക് തോന്നി. കാരണം അല്ലെങ്കിൽ അവിടെ കല്യാണം കഴിച്ച വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ദത്ത് പുത്രന്മാർ നിങ്ങളുടെ യഥാർത്ഥ പുത്രന്മാരല്ല എന്ന് നിയമം ഇറങ്ങി. അപ്പൊ മുഹമ്മദ് നബിക്ക് ഒരാവശ്യം വരുമ്പോൾ അവിടെ ഇസ്ലാമിന്റെ നിയമം ഇറങ്ങിയിരിക്കും. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ മുഹമ്മദ് നബിക്ക് ഒരു സ്പെഷ്യൽ നിയമം അപ്പർ. അതാണ് അതിന്റെ കഥ. ഹബീബായ തങ്ങളുടെ വിഷയത്തിൽ വ്യത്യാസമുണ്ടെന്ന് ഹദീസിന്റെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നകഹ മൈമൂനത വഹുവ മുഹ്രിമുൻ.
മൈമൂന ബീവിയെ വിവാഹം ചെയ്തത് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത അവസ്ഥയിലാണ്. ഒറ്റ ശരീഅത്താണ് പറഞ്ഞു പോയാൽ മതിയോ? ആ ശരീഅത്തിന്റെ നിയമമാണോ ഇത്? അതൊരാവശ്യം വന്നോണ്ടല്ലേ. നിങ്ങൾ ക്ഷമിച്ചാളി, എന്താ ചെയ്യാ. അല്ല ചങ്ങാതിമാരെ, ആ ഉംറ തീർത്ത് വരുമ്പോഴത്തേക്ക് മൈമൂന ആവിയായി പോകുവോ? എനിക്കറിയാൻ പാടില്ല ചോദിക്കാണ്. ഇഹ്റാം കെട്ടി ഉംറക്ക് പോകുന്ന വഴിക്ക് മൈമൂനനെ കല്യാണം കഴിക്കാൻ എന്തിന്റെ കേടായിരുന്നു? ഒരു നിയമമുണ്ട്, ഇഹ്റാമില് ഹറാമാണ് നിക്കാഹ് എങ്കിൽ മൈമൂനനെ അവിടെ മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഒന്ന് ഉംറ ചെയ്തിട്ട് വരട്ടെ എന്ന് പറയാൻ പോലുള്ള ക്ഷമ കാണിക്കാത്ത മുഹമ്മദ് നബീനെ എങ്ങനെയാണ് വിശ്വാസികൾ മാതൃകയാക്കുന്നത് ആലോചിച്ചു. 3 കേട്ടോളൂ. മഹാനവറുകൾ പറയാവോ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹ് ചെയ്യാൻ പെണ്ണിന്റെ വലിയ ആവശ്യമില്ല, സാക്ഷികളും ആവശ്യമില്ല. എന്നാ ഒരു നിക്കാഹ് എടുത്തട്ടെ കുറ്റാടിയിൽ? വലിയും പാടില്ല, സാക്ഷ്യം പാടില്ല. അങ്ങനെ ഒരു നിക്കാഹുണ്ടോ? എങ്കിൽ അങ്ങനെ ഒരു നിക്കാഹുണ്ട് ആരുടെ ഹത്തിൽ? നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഒറ്റ നിയമം എന്ന് പറഞ്ഞാൽ വിടുവോ ഞങ്ങള്? ഒറ്റ ശരീഅത്തിന്റെ നിയമമാണോ ഈ പറഞ്ഞെടുത്തൊക്കെ? എന്ത് വർത്താനാണ് പേരോടെ നിങ്ങൾ പറയണത്? എല്ലാവർക്കും ഒരു നിയമം. മുഹമ്മദ് നബിക്ക് നിക്കാഹ് ചെയ്യണം എന്ന് തോന്നിയാൽ, ഒരു സ്ത്രീയെ കല്യാണം കഴിക്കണം എന്ന് തോന്നിയാൽ അവിടെ പെണ്ണിന്റെ വലിയും വേണ്ട, നിക്കാഹും വേണ്ട. വല്ലാത്തൊരു പുലിവാലായി. മുഹമ്മദ് നബിക്ക് കല്യാണം കഴിക്കണം എന്ന് തോന്നിയാൽ ഒരു പെൺകുട്ടി മാത്രം മതി, ഒരു പെണ്ണായാൽ മതി. മുഹമ്മദ് നബിക്ക് കല്യാണം കഴിക്കാൻ പറ്റും. കുറ്റിയാടിയിൽ നടക്കുവോ എന്ന് ചോദിച്ചാൽ പേരോടിന്റെ ആസ്ഥാനത്ത് പറ്റുമെന്നാ ചോദിക്കുന്നത്. പേരോടിന് അങ്ങനെ ഒരു കല്യാണം കഴിക്കാൻ പറ്റുമെന്നാ ചോദിക്കുന്നത്. മനസ്സിലായോ? എന്തൊക്കെ ഓഫറാന്ന് ആലോചിക്കണം. 4 കേട്ടോളൂ. മഹാനരായ സക്കരിയ അൻസാരി തങ്ങൾ പറയാണ്, വലാ മഹ്റ ലിൽ വാഹിബത്തി ലഹു. ഹബീബായ തങ്ങൾക്ക് മാത്രം പറ്റുന്നതാണ്. ഹബീബായ തങ്ങളോട് ഒരു പെണ്ണ് വന്നിട്ട് പറയാണ്, നബിയേ ഞാൻ എന്റെ ശരീരത്തെ അങ്ങേക്ക് തരികയാണ്. ഇങ്ങനെ ഒരു പെണ്ണ് പറഞ്ഞാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവളെ സ്വീകരിക്കാം. അതിന് മഹ്ർ കൊടുക്കേണ്ടതില്ല. മഹ്റില്ലാതെ തന്നെ പെണ്ണിനെ സ്വീകരിക്കാം. ഒറ്റ ശരീഅത്താണോ? മറുപടി പറയ്. എന്തൊക്കെ വേണ്ട? മുഹമ്മദ് നബിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ വലിയ ആവശ്യമില്ല, സാക്ഷി ആവശ്യമില്ല, മഹറും ആവശ്യമില്ല, നിക്കാഹും ആവശ്യമില്ല. ആകെ ആവശ്യമുള്ള എന്താണ്? ഒരു സ്ത്രീ. ഇനി ഒരു സ്ത്രീ വന്നിട്ട് മുഹമ്മദ് നബിനോട് പറയാണ്, മുഹമ്മദ് നബി ഇതാ എന്റെ ശരീരം ഞാൻ നിങ്ങൾക്ക് തരികയാണ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിക്ക് അത് അപ്പാടെ സ്വീകരിക്കാം. ഈ ഓഫർ പറഞ്ഞതിന് ശേഷമാണ് ഖുർആൻ 33:50 പറഞ്ഞത്, ഇത് സത്യവിശ്വാസികൾക്ക് ഒഴികെ മുഹമ്മദ് നബിക്ക് മാത്രമുള്ള പ്രത്യേക നിയമമാകുന്നു. മുഹമ്മദ് നബിക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രത്യേക ഓഫർ, സ്പെഷ്യൽ ഓഫർ മുഹമ്മദ് നബിക്ക് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കും കൂട്ടരെ, കഴിഞ്ഞിട്ടില്ല. അടുത്തത് കഴിഞ്ഞിട്ടില്ല. 5 വതജിബു ഇജാബതുഹു ഇല ഇംറഅത്തിൻ റഗിബ ഫീഹാ. ഹബീബായ തങ്ങൾ ഒരു പെണ്ണിനെ കെട്ടണം എന്ന് ആഗ്രഹിച്ചാൽ ആ പെണ്ണിന് അതിന് ഉത്തരം കൊടുക്കൽ നിർബന്ധമാണ്. നിങ്ങൾക്ക് നടക്കോ? ഒരു പെണ്ണിനെ കെട്ടണം എന്ന് ആഗ്രഹിച്ചു, നിയമം ഒന്നാണ്, അതുകൊണ്ട് നിർബന്ധമാണ്, ഇതെന്ന് നടക്കൂല. ഇത് മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങക്ക് നടക്കുമെന്ന് ചോദിച്ചത് പേരോട് ഉസ്താദിനാട്ടോ, നമ്മളോടല്ല. മുഹമ്മദ് നബിക്കും പേരോട് ഉസ്താദിനും ഒരേ നിയമമാണെങ്കിൽ അള്ള മുഹമ്മദ് നബിക്ക് കൊടുത്ത ഈ ഓഫറിനെ കുറിച്ച് പേരോട് ഉസ്താദിന് എന്ത് പറയാണ്ട് എന്നാണ്. എന്താണ്? ഒരു പെണ്ണിനെ കണ്ടു, മുഹമ്മദ് നബിക്ക് ആ പെൺകുട്ടിനെ കല്യാണം കഴിക്കണം എന്ന് തോന്നിയാൽ പിന്നെ ആ സ്ത്രീയുടെ മുൻപിൽ വേറെ ഓപ്ഷൻ ഇല്ല. വേറെ ഓപ്ഷൻ ഇല്ല എന്ന് മാത്രമല്ല, ആ സ്ത്രീക്ക് പിന്നെ വേറെ ആരും കല്യാണം കഴിക്കാനും പാടില്ല. മുഹമ്മദ് നബി കല്യാണം ആലോചിച്ചു എന്ന വിവരം അറിഞ്ഞിട്ട് കല്യാണം ആലോചിച്ചതിൽ നിന്ന് സഹാബിമാര് പിന്മാറിയ രംഗം ഹദീസിൽ വേറെ എഴുതി വെച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മുഹമ്മദ് നബിക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അബൂബക്കറും ഉമറും ഒക്കെ വിവാഹത്തിൽ നിന്ന് മാറിപ്പോയ ചരിത്രവും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ മുഹമ്മദ് നബിയുടെ ദൃഷ്ടി ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് പതിഞ്ഞാൽ, ഒരു സ്ത്രീയുടെ ദേഹത്ത് പതിഞ്ഞാൽ, ആ സ്ത്രീ മുഹമ്മദ് നബിക്ക് ആഗ്രഹം, ആവശ്യം തോന്നിയാൽ പിന്നെ ആ പെൺകുട്ടിയുടെ മുൻപിൽ വേറെ ഓപ്ഷൻ ഇല്ല എന്നാണ്. ഈ സന്ദർഭത്തിൽ നിങ്ങൾ ജൗനിന്റെ തോട്ടത്തിലേക്ക് വെറുതെ ഒന്ന് എത്തി നോക്കണം. ഇദ്ദേഹം പറയുന്ന ഈ നിയമത്തിന് വിരുദ്ധമായി മുഹമ്മദ് നബിയുടെ നിക്കാഹ് എന്ന ആഗ്രഹത്തെ, ആവേശത്തെ, ആവശ്യത്തെ നിരാകരിച്ച ഒരു പെൺകുട്ടി ആ തോട്ടത്തിൽ നിന്ന് മുഹമ്മദിനെ അപമാനിച്ച് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ആ പെൺകുട്ടിയൊക്കെ ആ പാപം എവിടെ കൊണ്ടുപോയി തീർക്കും എന്ന് അള്ളാഹു ആലം. അപ്പൊ ഇത് മുഹമ്മദ് നബിയുടെ മറ്റൊരു പ്രത്യേകതയാകുന്നു. അടുത്തത് എണ്ണി പറഞ്ഞു ഇമാമിയങ്ങൾ, ഔലിയാക്കൾക്കും റസൂലിനും ഞമ്മക്കൊക്കെ ഒറ്റ ശരീഅത്തിന്റെ നിയമമെന്നാണ് എന്ന വാദം ഈ വിശ്വാസത്തിന്റെ അടിത്തറ തകർക്കുന്നതാണ്. മാപ്പ് പറയാതെ വിടുകയില്ല ഞങ്ങൾ. പേരോട് ഉസ്താദിനോടാണ്. പേരോട് ഉസ്താദ് നിങ്ങളൊന്നൊരു ചെറുങ്ങനെ മാപ്പാണ് പറഞ്ഞാളി. കാരണം ഇത്രയും ഓഫറുള്ള മുഹമ്മദ് നബിക്ക്, സാധാരണ മനുഷ്യന്മാർക്കും മുഹമ്മദ് നബിക്കും ഒരേ നിയമമാണ്, ഒരേ ശരീഅത്താണ് എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. നിങ്ങൾ പറയാൻ പാടില്ലല്ലോ അത്. കാരണം ഈ ഓഫറൊക്കെ നാളെ കുട്ടികളും ചോദിച്ചു വന്നാൽ മുഹമ്മദ് നബിക്കും വിശ്വാസിക്കും ഒരേ ശരീഅത്താണെന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബി ചെയ്തതൊക്കെ മാതൃകയാക്കാൻ വേണ്ടി നിങ്ങളെ മർക്കസിലും നിങ്ങളുടെ സ്ഥാപനങ്ങളിലൊക്കെയുള്ള കുട്ടികൾ ഒരുങ്ങി പുറപ്പെട്ടാൽ ഇസ്ലാമിന്റെ അടിവേര് ഇറക്കൂലേ, അടിവേരും മാന്തൂലേ? ശരിയല്ലേ ഹസനി പറയണത്? നിങ്ങൾ ആ കാര്യം ഗൗരവത്തിലെടുക്കണം. അതുകൊണ്ട് മുഹമ്മദ് നബിക്ക് അള്ളാഹ് അനുവദിച്ചു കൊടുത്ത എല്ലാ ഓഫറും എല്ലാവർക്കും ബാധകമാണ് എന്നൊരു തെറ്റിദ്ധാരണ നിങ്ങളുടെ ആ പ്രസംഗം കൊണ്ട് പരക്കാൻ സാധ്യതയുണ്ട്. അത് വിശ്വാസികളുടെ ഇടയിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കും. പ്രത്യേകിച്ച് ദർസ് പഠിക്കുന്ന കുട്ടികളടുത്ത്, അറബി കോളേജിൽ പഠിക്കുന്ന കുട്ടികളടുത്ത് അത് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കും. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ പരിഹാരം ചെയ്യണം.
നൗഷാദ് ഹസനി പറഞ്ഞ മാതിരി മാപ്പ് പറയുന്നത് തന്നെ എൻ്റെ അഭിപ്രായം. കാരണം ഇത്രയും ഓഫറുകൾ കയ്യിൽ വെച്ച് ജീവിച്ച മുഹമ്മദ് നബിക്കും സാധാരണ വിശ്വാസിക്കും ഒരേ ശരീഅത്തായിരുന്നു ആണ് എന്നൊക്കെ പറഞ്ഞാൽ അത് നിങ്ങൾ പറയാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ ഒരു പെണ്ണിനെ ഹബീബായ തങ്ങള് ആവശ്യപ്പെട്ടാൽ നിക്കാഹിന് നിന്നു കൊടുക്കൽ ആ പെണ്ണിന് നിർബന്ധം. വയഹ്റുമു അലാ ഗൈരിഹി ഖുതുബതുഹാ. ആ പെണ്ണിനെ മറ്റൊരാള് പെൺകെട്ട് പറയൽ പോലും ഹറാമാണ്. പറ്റില്ല. നമ്മൾ ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ച് വേറെ ആൾ വന്ന് ആ പെണ്ണിന് ഓനസ്റ്റായ പെണ്ണങ്ങ് പോയി പോകും. എന്നാൽ ഹബീബായ തങ്ങള് ആഗ്രഹിച്ച പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്കിൽ അത്രയും നിർബന്ധമാണ്. വേറൊരാൾക്ക് ആ പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പോലും പാടില്ല. കെട്ടൽ പിന്നല്ലേ. അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല, പിന്നല്ലേ കല്യാണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതാണ് ഇപ്പൊ വലിയ കാര്യം എന്ന്. ഇതല്ല വലിയ കാര്യം, ഇത് ചെറുത്. വലിയ കാര്യം വരാനിരിക്കുന്നുള്ളൂ. ഒരു ദിവസം മുഹമ്മദ് നബി ഇങ്ങനെ വഴി കൂടി പോവാന്ന് വിചാരിച്ചോ? സങ്കല്പിക്കാണ്. അപ്പൊ എതിരെ ഒരു സ്ത്രീയും പുരുഷനും നടന്നു വരുന്നു. അപ്പൊ മുഹമ്മദ് നബിക്ക് ആ ഭർത്താവിന്റെ കൂടെയുള്ള ഭാര്യയെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. മുഹമ്മദ് നബിക്ക് ആ സ്ത്രീയെ കല്യാണം കഴിക്കണം എന്ന് തോന്നിയാൽ മുഹമ്മദ് നബി പറയാണ് ഇജ് വയ്ക്കോ, ഓളവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞാൽ ഓനപ്പം ആ ഭാര്യനെ തലാക്ക് ചെല്ലണം എന്ന് മുഹമ്മദ് നബിക്ക് പ്രത്യേക നിയമമുണ്ട്. ഇത്ര ഞാൻ പറയുന്നതല്ല, ഇത് ഞാൻ പറഞ്ഞാലാണ് അവഹേളനം നിന്നയാവുള്ളൂ. ഞാൻ പറഞ്ഞാലല്ലേ പ്രശ്നം. പറയുന്നത് നൗഷാദ് ഹസനിയാണ്, ഞാൻ വെറുതെ പറയണല്ല. നിങ്ങൾ കേട്ടോളി. മാത്രല്ല കേട്ടോ, യജിബു അലാ സൗജിഹാ തലാഖുഹാ. ഒരു ഭാര്യ ഭർത്താവും കൂടി ഇങ്ങനെ പോവാ. അപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഓളാടന്നോട്ടെ. ഹബീബായ തങ്ങൾ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് തൊലാക്ക് ചൊല്ലൽ നിർബന്ധമാണ്. തൊലാക്ക് അപ്പ ചൊല്ലിക്കൊള്ളും. ഇസ്ലാമിക ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു മനുഷ്യനെ, ഇതുപോലെ ഒരു നേതാവിനെ മാതൃകയാക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ഗതികേട്. എന്നിട്ട് ഇതിന് ന്യായം ചമക്കുകയും ഇതൊക്കെ മഹാസംഭവമാണ് എന്ന് ഒരു ഉളുപ്പുമില്ലാതെ പാടി നടക്കുകയും ചെയ്യുക. അന്യ ഒരു പുരുഷന്റെ ഭാര്യയെ മുഹമ്മദ് നബിക്ക് ആഗ്രഹം തോന്നിയാൽ ആ ഭർത്താവിന് നിർബന്ധമാണ് പോലും അവന്റെ ഭാര്യനെ മൊഴി ചൊല്ലൽ. ഇതേ സാഹചര്യം വളർത്തുമകന്റെ ഭാര്യയുടെ കാര്യത്തിലും തബരിയുടെ ഒക്കെ ചരിത്ര പുസ്തകങ്ങളിൽ പറഞ്ഞു പോകുന്നുണ്ട് എന്നത് ഇവിടെ നിങ്ങൾ വെറുതെ ഒന്ന് ചേർത്ത് വായിക്കാം. ഞാനൊന്നും പറയുന്നില്ല, ഹസനി പറഞ്ഞതാണ്, വെറുതെ കേട്ടുപോകാം. നമ്മളായിട്ട് ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ നല്ല ഒന്നാവല ശരീഅത്ത്. ഒരു നിക്കാഹിന്റെ വിഷയത്താൽ തന്നെ എത്ര പറയാണ്ട്. അസ്നൽ മത്താലിബ് കയ്യിലില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാ, ഞങ്ങൾ കാണിച്ചു തരാ. ശൈഖ് സക്കരിയ അൽ അൻസാരി തങ്ങൾ പറയാം. പേരോടെ കിതാബ് ഇല്ലെങ്കിൽ ഹസന്റെ അടുത്ത് നിങ്ങളൊന്ന് പോയി മറിച്ചു വയ്ക്കാളി. നിങ്ങൾ വേഗം മാപ്പ് പറഞ്ഞ് തടി സലാമത്താക്കണാണ് നല്ലത്. മുഹമ്മദ് നബിയുടെ നിക്കാഹും കല്യാണവുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള പ്രത്യേകതകളില് 10 പറയാനേ ഇദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളൂ. ഇനി ഇത് മാത്രം പറയാൻ വേണ്ടി പുള്ളി വേറെ പരിപാടി നടത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവസാനം പുലിവാലാവും. നമ്മൾ ആലോചിച്ചിട്ടില്ലാത്ത കാര്യം വരെ എടുത്ത് പുറത്തിട്ടാളി. ഇനി കേട്ടോളൂ, വലഹു തസ്വീജു മൻ ശാ ലിമൻ ശാ. ഇനി മൊത്തം പറ്റും. അതെങ്ങനെ? കെട്ടല് മാത്രമല്ല, കെട്ടിച്ചു കൊടുക്കാനും പറ്റും. ഇന്ന പെണ്ണിനെ ഇന്ന ആക്ക് കെട്ടിച്ചു കൊടുക്കാം. അതിന് പെണ്ണിന്റെ സമ്മതം ആവശ്യമില്ല, പെണ്ണിന്റെ വാപ്പന്റെ സമ്മതം ആവശ്യമില്ല. കാരണം ആ വാപ്പന്റെയും മുകളിലുള്ള വലിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ബാപ്ക ബാപ്പാണ് മുഹമ്മദ് നബി. ഇങ്ങനെ മുഹമ്മദ് നബിക്ക് ആവശ്യമുള്ള കല്യാണങ്ങളൊക്കെ നടത്താം. മുഹമ്മദ് നബി വഴി കൂടി പോണ ഒരു പെണ്ണിനെ കണ്ടാൽ ആ പെണ്ണ് പിന്നെ മാറിപ്പോകാൻ പാടില്ല. കല്യാണം സമ്മതിക്കാതെ വേറെ നിർവാഹമല്ല, വേറെ ആൾ കല്യാണം കഴിക്കാൻ പാടില്ല. ഭർത്താവ് ഒത്തു പോകുന്ന സ്ത്രീയോട് മുഹമ്മദ് നബിന് ആഗ്രഹം തോന്നിയെന്ന് ഭർത്താവിന് മനസ്സിലായാൽ ഭർത്താവ് അപ്പം തന്നെ തലാക്ക് ചെല്ലണം എന്ന് തുടങ്ങി മുഹമ്മദ് നബിക്ക് ഉള്ള ഓഫറുകളുടെ ഒക്കെ പുറമെ മുഹമ്മദ് നബിക്കുള്ള വേറൊരു ഓഫറാണ്. മുഹമ്മദ് നബിക്ക് തോന്നുകയാണ് സെയ്ദിനെ സൈനബിനെയും കൊണ്ട് കെട്ടിക്കണം എന്ന് തോന്നുന്നു. വെറുതെ വിചാരിച്ചോ? വളർത്തു മകനാണ്, മറ്റേത് അമ്മായിന്റെ മോളാണ്. അമ്മായിന്റെ മകൾ വീട്ടിലാണെങ്കിൽ 33-50 വേറെയും സാധ്യതകളുണ്ട്. അപ്പം മുഹമ്മദ് നബി സെയ്ദിനോട് പറയാണ്, പൊന്നുമോനെ സെയ്ദ് സൈനബിനെ കെട്ടണം. സൈനബിന്റെ അടുത്ത് പോകുന്നു. സൈനബിന്റെ ഉമ്മയോടും സൈനബിന്റെ ആങ്ങളയോടും വിഷയം അവതരിപ്പിക്കുന്നു. അപ്പം സൈനബ് പറഞ്ഞു, സൈനബിന്റെ വീട്ടുകാർ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, സെയ്ദിനെ പറ്റൂല, സെയ്ദിനോട് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അങ്ങനെ പറയാൻ പറ്റുമോ? ഇത് ബാപ്പവും കി ബാപ്പല്ലേ? അപ്പൊ തന്നെ അള്ളാഹ് ഖുർആനിൽ ആയത്തിറക്കി. എന്തായത്തറിയോ? അള്ളാഹുവും അവന്റെ ദൂതനും ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തീരുമാനം, ഒരു അഭിപ്രായം ഉണ്ടാവാൻ സത്യവിശ്വാസിയായ ഒരു പുരുഷനോ സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീക്കോ അവകാശമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞില്ലേ, ഒരു പെണ്ണിനെ ഒരാണിനെ കൊണ്ട് കെട്ടിക്കണം എന്ന് മുഹമ്മദ് നബി തീരുമാനിച്ചാൽ പിന്നെ അവിടെ വേറെ ആരും ആവശ്യമില്ല. നബി പറഞ്ഞാൽ അത് നടക്കും. അള്ളാഹുവും റസൂലും പറഞ്ഞത് മുഴുവൻ അനുസരിക്കണമെന്നും വേറെ നിയമങ്ങൾ ഉണ്ടാക്കരുതെന്നും അള്ളയും റസൂലും പറഞ്ഞതാണ് ഏറ്റവും അവസാനത്തെ വാക്കെന്നും വിശ്വാസത്തിൽ വിശ്വാസികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മൗലവിമാര് വയലു പറയുന്ന ആയത്തിറങ്ങിയ പശ്ചാത്തലമാണ് ഞാൻ പറഞ്ഞത്. പ്രായപൂർത്തിയായ ഒരു പെണ്ണ് പറയാണ് എനിക്ക് ആ പുരുഷനുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ താല്പര്യമില്ല, അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അപ്പത്തിന് ആയത്ത് അള്ളയും നബിയും തീരുമാനിച്ചാൽ വേറൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. അതിൽ തന്നെ ഉദ്ദേശശുദ്ധിയുടെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഞാനായിട്ടൊന്നും പറയുന്നില്ല. ഈ സംസാരം കേട്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മമ്മൂട്ടിയുടെ ഒരു സിനിമ പേര് ഓർമ്മ വന്നെങ്കിൽ ആ സിനിമ പേര് മാത്രം ഒന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതും. എല്ലാവരും എഴുതും ആ സിനിമ പേര് ഓർമ്മ വന്നവർ. ഈ കഥ, ഈ മുഹമ്മദ് നബിയുടെ പ്രത്യേകതകൾ ഇങ്ങനെ കേട്ടുപോയപ്പം
നിങ്ങളുടെ മനസ്സിലേക്ക് മമ്മൂട്ടിയുടെ ഒരു സിനിമയുടെ പേര്, മലയാള സിനിമയുടെ പേര് ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യും. ഇത് ഞാൻ ചിന്തിക്കുന്നത് തന്നെയാണോ എല്ലാവർക്കും മനസ്സിലാവുന്നത്? അത് എന്റെ മാത്രം പ്രശ്നമാണോ എന്ന് അറിയണമല്ലോ, അതുകൊണ്ടാണ്. ഇനി 8 ചിലപ്പോ അള്ളന്നെ നേരിട്ട് കെട്ടിച്ചു കൊടുക്കും. അവിടെ ഈജാബും കബൂലും തന്നെയല്ല, ഞാൻ സ്വീകരിച്ചു എന്നറിയാലോ, അതില്ലല്ലോ. ഏത് എന്നൊക്കെ പറയില്ലേ, കബീൽതു നിക്കാഹ, അതിന്റെ ഒന്നും ആവശ്യമില്ല. അള്ള നേരിട്ട് കെട്ടിച്ചു കൊടുക്കും. അങ്ങനെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഹബീബായ മുത്ത് റസൂൽ ത്വഹാ റസൂൽ. നോക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കണം. നബീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പെട്ടെന്ന് ഇപ്പം ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്താണ് ഒരാൾ വന്നിട്ട് പറയുന്നത്, അല്ല നബി, നിങ്ങൾ ഈ അടിമ സ്ത്രീകളൊക്കെ പിടിച്ച് ഓരി വെച്ച കൂട്ടത്തിൽ ഒരു സുന്ദരി വേറൊരു ചെങ്ങായിന്റെ അടുത്ത്, ദിഹിയൽ കൽബിന്റെ അടുത്ത് ഇങ്ങനെ ഒരു സുന്ദരി പെട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്കാണ് ചേരുക എന്ന് മുഹമ്മദ് നബിയുടെ ഒരു സഹാബി വന്ന് പറയും. അപ്പൊ തന്നെ മുഹമ്മദ് നബി അവരെ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. അപ്പൊ ദിഹിയൽ കൽബി ആ സ്ത്രീയെ മുഹമ്മദ് നബിക്ക് ആഗ്രഹം തോന്നിയ പിന്നെ ഓപ്ഷൻ ഇല്ലല്ലോ. പക്ഷെ മുഹമ്മദ് നബി മര്യാദക്കാരനാട്ടോ, പകരം വേറെ അടിമ സ്ത്രീകളെ ആ ദിഹിയൽ കൽബിക്ക് എക്സ്ട്രാ അടിമ സ്ത്രീനെ കൊടുത്തു എന്നൊക്കെ ഉണ്ട്. അങ്ങനെ കൊടുത്തിട്ട് ഈ അടിമ സ്ത്രീയെ സ്വന്തമാക്കുന്നു. അങ്ങനെ സ്വന്തമാക്കുന്ന സമയത്ത് വഴിയാത്രക്കിടയിൽ മുഹമ്മദ് നബിക്ക് അടിമ സ്ത്രീയോടുള്ള സ്നേഹം കലശലാവുകയും വിവാഹം കഴിക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അപ്പൊ കല്യാണരാമനിൽ പറയുന്ന പോലെ ഈ അർദ്ധരാത്രി എവിടുന്ന് കിട്ടും ഒരു ചെക്കനെയും പെണ്ണിനെയും? മീൻസ് ഒരു ഈജാബും കബൂലും വലിയും സാക്ഷികളും വലിയ ബുദ്ധിമുട്ടല്ലേ യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന രാത്രികളിൽ. അപ്പൊ മുഹമ്മദ് നബിക്ക് ഇതിനു വേണ്ടി ആൾക്കാരുണ്ട്, തോഴിമാർ. എപ്പോഴാ എവിടുന്ന കല്യാണം കഴിക്കാന്ന് അറിയില്ല. അപ്പം വലിയില്ലേലും കുഴപ്പമില്ല, അത് അള്ള പറയും ഞാൻ കല്യാണം കഴിച്ചു നിൽക്കണെന്ന്. നിക്കായില്ലേലും കുഴപ്പമില്ല, ഇജാബും കബൂലും ആവശ്യമില്ല, മഹറില്ലേലും കുഴപ്പമില്ല. പക്ഷെ അണിയിച്ചൊരുക്കി മണിയറയ്ക്ക് വിടാനുള്ള ആൾ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. അങ്ങനെ സ്ത്രീകൾ ഇവരെ അണിയിച്ചൊരുക്കി മുഹമ്മദ് നബീന്റെ കൂടാരത്തിൽ കൊണ്ടാക്കി കൊടുത്തു. വാപ്പാനെയും ഭർത്താവിനെയും ഒക്കെ കൊന്ന മഹാനാണ് കൂടാരത്തിൽ ഈ സ്ത്രീയെ പിന്നെ ഈ കൂടാരത്തിലേക്കാണ് ആക്കി കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് സഹാബിമാർക്ക് ഒരു അങ്കലാപ്പ്, ഈ പെമ്പറന്നവര് മുഹമ്മദ് നബിന് എന്തെങ്കിലും കാണിക്കുമെന്ന്. അതുകൊണ്ട് വല്ല ഒച്ചയും ബഹളവും കേൾക്കുന്നുണ്ടോ നോക്കിയിട്ട് സഹാബിമാർ ചില പേര് ടെന്റിന് പുറത്ത് കാവൽ നിന്നു എന്നൊക്കെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിത് പിന്നെ അമർ ചിത്രകഥ പറയുന്നില്ല. നിങ്ങൾ ഇമോജി കണ്ടാൽ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ഞാൻ കഥ പറയാന്ന്. ചരിത്രം പറയുമ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് ഇരിക്കണം. ഉണ്ടായ ചരിത്രമല്ലേ പറയണേ, അതിന്റെ സീരിയസ്നെസ് കാണിക്കും. നിങ്ങൾ ഇങ്ങനെ ഇമോജി ഇട്ട് അങ്ങനെ ശരിയാവും? കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോൾ അവർ കുത്തിയിരുന്ന് ഇമോജി ചിരിക്കുന്നു. അപ്പൊ പറഞ്ഞു വന്നത്, ഈ നട്ടപ്പായരൊക്കെ പെട്ടെന്ന് ഒരു കല്യാണമൊക്കെ സെറ്റാക്കിയാൽ അപ്പൊ എവിടെ കിട്ടും സാക്ഷി, എവിടെ കിട്ടും വലിയ, കാരണം വലിയന്മാരെയൊക്കെ കൊന്നു കളഞ്ഞാണ്. അപ്പൊ അതുകൊണ്ട് അവിടെയും അള്ളാഹു ഓഫർ കൊടുത്തിട്ട് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, സൗകര്യം ഉണ്ടായാൽ ഞാൻ നേർക്ക് നേരെ നിക്കാഹി തരും. അങ്ങനെ നിക്കാഹി കൊടുത്ത വേറൊരു സ്ത്രീയാണ് ആര്? ഈ വളർത്തുമകന്റെ ഭാര്യ. വളർത്തുമകന്റെ ഭാര്യക്ക് ആങ്ങളുണ്ട് അവിടെ, വേണമെന്ന് വെച്ചാൽ നിക്കാഹ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഒരു ദിവസം മുഹമ്മദ് നബി കട്ടിലപ്പടി കയറിയിട്ട് നിന്നിട്ട് പറഞ്ഞു, അല്ല അന്നെ എനിക്ക് നിക്കാഹി നിൽക്കണേന്ന്. നിങ്ങൾ കയറി പോരിയെന്ന്. ഇത്രയും പ്രത്യേകതകളും ഓഫറുകളും വാരിക്കോരി കൊടുത്ത അള്ളാഹു ഇത്രയും ഓഫറുകൾ ഉണ്ട് എന്ന് മുഹമ്മദ് നബിക്ക് ഇത്രയും പ്രത്യേകതകളും ഓഫറുകളും സാധാരണ മനുഷ്യനില്ലാത്ത കുറെ നിയമങ്ങളും ആനുകൂല്യങ്ങളൊക്കെ വിശ്വാസത്തിൽ ഉണ്ട് എന്ന് ഇസ്ലാമിൽ ഉണ്ട് എന്നും മുഹമ്മദ് നബി അത് പലതും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ അറിയാവുന്ന കിതാബ് വായിച്ചിട്ടുള്ള പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് എന്ത് ധൈര്യമുണ്ട് എല്ലാവർക്കും ഒരേ ശരീഅത്താണെന്ന് പറയാൻ? നൗഷാദ് ഹസനി വിടുവോ? സമ്മതിക്കുവോ? പേരോട് മാപ്പ് പറയണം എന്നാണ് നൗഷാദ് ഹസനിയുടെ ആവശ്യം ന്യായമല്ലേ? എന്റെ അഭിപ്രായത്തിൽ ആവശ്യം ന്യായമാണ്. പേരോടിന് തെറ്റുപറ്റിയതാണ്, പേരോട് അത് തിരുത്തണം. നൗഷാദ് ഹസനിനോടല്ല, വിശ്വാസി സമൂഹത്തിനോട് മാപ്പ് പറയണം. ഇത്രയും പ്രത്യേകതകളുള്ള മുഹമ്മദ് നബീനെ ഒരു സാധാരണ വിശ്വാസിക്കും ഉള്ള സമാനമായിട്ടുള്ള നിയമങ്ങളുള്ള ഒരാളായിട്ട് നിങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നബീനോട് കാണിക്കുന്ന അനാദരവാണ്. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇക്കണ്ട ചരിത്രമൊക്കെ ഈ മഹസനി കിതാബ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ പരിഗണിക്കണം എന്നാണ് അഭിപ്രായ വ്യത്യാസം. ഇപ്പം ഞാനും എനിക്ക് അല്ലെങ്കിൽ എന്നോടും നൗഷാദ് ഹസനിനോടൊന്നും യോജിക്കാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും പേരോട് സ്ഥാനുണ്ടാവും. പക്ഷെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ നബീനെ അനാദരിക്കുന്ന കാര്യത്തിൽ അതൊന്നും കാര്യമാക്കരുത് എന്നാണ്. പാലേരി മാണിക്യം എന്നൊരു സിനിമയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ സിനിമ ഓർമ്മ വന്നത്, ഇങ്ങനെ വഴി കൂടി നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീനെ കണ്ടാൽ ആ സ്ത്രീന്റെ ഭർത്താവ് അപ്പൊ തന്നെ അവളെ മൊഴി ചൊല്ലണം എന്നൊക്കെ ഒരു നിയമം ഒരു നാട്ടില്, ആ നാട്ടിലൊരു രാജാവ് ഒരു മുതലാളിയൊക്കെ ഉണ്ടെങ്കിൽ ആ നാടിന്റെ ഒരു കോലം എന്തായിരിക്കും നിങ്ങളെന്ന് ആലോചിച്ചാൽ മതി. എന്ത് വിശ്വാസത്തിലാന്നേ വാപ്പയും പിന്നെ ഉമ്മയൊക്കെ പെൺകുട്ടികളെ പുറത്തേക്ക് വിടുക, എന്നിട്ട് ഇത് മാതൃകയാണ് പോലും മാതൃക. എന്റെ മെക്കിട്ട് കയറാൻ വരരുത്. ഇത് ഞാൻ പറഞ്ഞല്ല, നൗഷാദ് ഹസനി പേരോട് ഉസ്താദിന് മറുപടി പറഞ്ഞ വീഡിയോ ആണ്. ഞങ്ങൾ അത് കേട്ടിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളും നിരപരാധന്മാരാണ്. അല്ലെ? നിങ്ങൾ നിരപരാധനും നിരപരാധിനികളും അല്ലേ?